ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു PWDയുടെ ഒരു ഗസ്റ്റ് ഹൗസാണ്. ഇത് ഞാൻ ഇതിനു മുമ്പൊക്കെ ഈ ഗസ്റ്റ് ഹൗസ് എടുത്ത് താമസിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് ഹൗസ് ഇത്രയും ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ നല്ല ഒരു ലക്ഷറി ഹോട്ടലിലൊക്കെ നമ്മൾ റൂം എടുക്കുന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരുള്ള PWയുടെ ഗസ്റ്റ് ഹൗസാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. കയറി ചെല്ലുമ്പോൾ റിസപ്ഷൻ, ക്യാൻറ്റീൻ, ലിഫ്റ്റ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് താമസിച്ചിരുന്നതൊക്കെ ഇതിലെയും കൂടിയ എമൗണ്ടിൽ ഞാൻ റൂം എടുത്തിട്ട് പോലും എനിക്ക് ഒരു രീതിയിലും അവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും അതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ എടുത്ത റൂം കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്ത റൂമെന്ന് പറയുന്നത്. ഇവിടെ പല ടൈപ്പ് റൂമുണ്ട്. ഇവിടെ പോകാറുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാനിപ്പം എടുത്തത് സാധാരണ റൂമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്കിന് ഇതിന് വെറും 400 രൂപ കൊടുത്താൽ മതി. ഗവൺമെൻറ് എംപ്ലോയീസിനാണെങ്കിൽ 200 രൂപ കൊടുത്താൽ മതി ഈ ഒരു റൂമിന്. അപ്പം ഇത് നോൺ AC ആണ് ഞാൻ എടുത്തത്. കാരണം ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് AC ഇല്ലായിരുന്നു. അതുകൊണ്ട് നോൺ AC ആണ്. ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ചും ടൗണിൽ ജോലിയുള്ള ഒരാൾക്ക് ഗവൺമെൻറ് ജോലിയാണെങ്കിൽ വെറും 200 രൂപ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പബ്ലിക്കാണെങ്കിൽ 400 രൂപയുടെ കാര്യമേ ഉള്ളൂ. നമ്മളല്ലാതെ റൂം എടുക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ അതാ ബെഡ്, 2 ബെഡ് സൈഡ് ടേബിള്, അല്ലാതെ ടേബിള്, ചെയർ, ഡ്രസ്സിങ് ടേബിള്, നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം, ഇതെല്ലാമായിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്തിട്ടുള്ള PWDയിൽ ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൽ നല്ലത് ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ എടുത്തതിനെ പറ്റിയുള്ള റിവ്യൂവിലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ ക്യാൻറ്റീനാണ് കേട്ടോ. നല്ല നീറ്റ് ക്യാൻറ്റീൻ. ഞാൻ ചെന്നപ്പോൾ അപ്പവും കടലക്കറിയും ഉണ്ടായിരുന്നേ. അപ്പവും കടലക്കറിയും ചായയും കുടിച്ചു. ഊണ് എല്ലാം ഉണ്ട് കേട്ടോ. ബിരിയാണി എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്കും പോകണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്.